പ്രയാണം പ്രയാഗിലേക്ക്. ഇതിനോടകം ലോകശ്രദ്ധ നേടിയ പ്രയാഗ്രാജിൽ നടക്കുന്ന കുംഭമേളയുടെ എപ്പിസോഡുകളാണ് പ്രയാണം നിങ്ങൾക്ക് മുന്നിൽ കാഴ്ചവെക്കുന്നത്. കുംഭമേളയുടെ വ്യത്യസ്തമാർന്ന വീഡിയോകൾക്കും വിശദീകരണങ്ങൾക്കുമായി സ്റ്റേ ട്യൂൺഡ് ഇൻ പ്രയാണം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമന്റ് രേഖപ്പെടുത്താനും മറക്കാതിരിക്കും. അമൃതകുംഭത്തിനായി 12 വർഷം നീണ്ടുനിന്ന ദേവാസുര യുദ്ധത്തിനിടയിൽ അമൃത തുള്ളികൾ വീണ് പരിപാവനമായ പ്രയാഗ്രാജ്, നാസിക്, ഉജ്ജയിൻ, ഹരിദ്വാർ എന്നീ 4 സ്നാനഘട്ടുകളിൽ കൃത്യമായ ഇടവേളകളിൽ നടക്കുന്ന സാംസ്കാരിക കൂട്ടായ്മയാണ് കുംഭമേളകൾ. ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ ത്രിവേണി സംഗമതീരത്ത് നടക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ സാംസ്കാരിക ഒത്തുചേരലാണ് 144 വർഷങ്ങളിൽ ഒരിക്കൽ നടക്കുന്ന മഹാകുംഭമേള. നദികളുടെ മാതാവായ ഗംഗയും യമുനാ നദിയും ഭൂമിക്ക് അടിയിലൂടെ ഒഴുകുന്നു എന്ന് വിശ്വസിക്കുന്ന സരസ്വതിയും ഒത്തുചേരുന്ന പുണ്യ സ്നാനഘട്ടിൽ സ്നാനം ചെയ്യുക എന്നതാണ് കുംഭമേളയുടെ പ്രധാന ചടങ്ങ്. നാലായിരം ഹെക്ടർ ഭൂമിയെ 25 സെക്ടറുകളാക്കി തിരിച്ച് ഓരോ സെക്ടറിനും എല്ലാവിധ അഡ്മിനിസ്ട്രേഷനും തയ്യാറാക്കിക്കൊണ്ട് വിപുലമായ സജ്ജീകരണങ്ങളാണ് ഈ മഹാകുംഭമേളയ്ക്കായി ഒരുക്കിയിട്ടുള്ളത്. ലോകമെമ്പാടുമുള്ള 13 അഖാഡകൾ ചേർന്നാണ് ഈ കുംഭമേള സംഘടിപ്പിക്കുന്നത്. ഒരു കൈയിൽ ജപമാലയും മറുകൈയിൽ അസ്ത്രശസ്ത്രങ്ങളും വേണ്ടി ലോകത്തിന്റെ ധർമ്മ സംരക്ഷണത്തിനായി ഗുഹാന്തരങ്ങളിലും വനാന്തരങ്ങളിലും ത്യാഗപൂർണമായി കാലം കഴിച്ചുകൂട്ടുന്ന സന്യാസി ശ്രേഷ്ഠന്മാരുടെ സമൂഹത്തെയാണ് അഖാഡകൾ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഓരോ അഖാഡകളും ആചാര്യ മഹാമണ്ഡലേശ്വരന്മാരുടെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്. ൂറ്റി വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന ഈ മഹാകുംഭമേളയിൽ ഭാരതത്തിന്റെ ആത്മാവിനെ തൊട്ടറിഞ്ഞുകൊണ്ട് ആത്മീയ ആനന്ദത്തിൽ ആറാടുന്ന തീർത്ഥാടകർക്കായി വിപുലമായ സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. 1.5 ലക്ഷത്തോളം താൽക്കാലിക ടെന്റുകളും 3 ലക്ഷത്തോളം താൽക്കാലിക ടോയ്ലറ്റുകളും നിരവധി പാലങ്ങളും നിരവധി സ്ഥലങ്ങളിൽ സൗജന്യ ഭക്ഷണ വിതരണങ്ങളും എല്ലാമായി വിപുലമായ സജ്ജീകരണങ്ങളോടുകൂടി ലോകമെമ്പാടുമുള്ള ജനതയെ ഈ പ്രയാഗ്രാജിലേക്ക് ക്ഷണിക്കുകയാണ് ഭാരതം. യുദ്ധക്കൊതിയുടെ നിണച്ചാലുകൾ കണ്ട് കണ്ണു നിറഞ്ഞല്ല, മതവെറിയുടെ തീയൊണ്ടകൾക്ക് മുന്നിൽ ഭീതി പൂണ്ടിട്ടുമല്ല, ലോകത്തിന്റെ ആദി സംസ്കാരമായ സനാതന ധർമ്മത്തിന്റെ പുണ്യപുരാതന ത്രിവേണി സംഗമഭൂമിയിൽ മുങ്ങി നിവർന്നുകൊണ്ട് ആത്മാവിനെ ശുദ്ധീകരിക്കുന്ന ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് പ്രാർത്ഥിച്ചു മടങ്ങുന്ന 45 കോടിയോളം ജനങ്ങൾ പങ്കെടുക്കുന്ന ഒരു മഹാമേളയിലേക്കാണ് ഇന്ന് ലോക ജനത ഉറ്റുനോക്കുന്നത്. പ്രയാഗ്രാജിലേക്കുള്ള പ്രയാണത്തിന്റെ യാത്രയുടെ തുടക്കം മാത്രമാണ് ഈ എപ്പിസോഡ്. തീർച്ചയായും പ്രയാഗ്രാജിൽ നടക്കുന്ന 8ാം ലോകമഹാത്ഭുതത്തിന്റെ നേർക്കാഴ്ചകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം എന്ന വിശ്വാസത്തിൽ ഈ വീഡിയോ നിർത്തട്ടെ.